പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഇന്ന് നമുക്കൊരു നേതാവുണ്ട്, ഇന്ന് നമുക്കൊരു രാജാവുണ്ട്, ഇന്ന് നമുക്കൊരു ശക്തനായ ലീഡറുണ്ട്, ഇന്ന് നമുക്കൊരു ഗുരുവുണ്ട്. എല്ലാം കൂടി പറഞ്ഞാൽ നമുക്കൊരു ദൈവമുണ്ട്, സത്യദൈവമുണ്ട്. ആ ദൈവത്തിന് ജീവനുണ്ട്. ആ ദൈവം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ഇടപെടുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. നമുക്ക് വളരെ ബുദ്ധി ഉപദേശിച്ച് തരുന്നുണ്ട്. അവൻ ദൃഷ്ടി വെച്ച് ബുദ്ധി പറഞ്ഞു തരുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ മക്കളെ നശിപ്പിച്ച് കളയാൻ ഒരിക്കലും ജീവനുള്ള ദൈവം താല്പര്യം കാണിക്കുന്നില്ല. സാത്താൻ വന്നത് കൊല്ലാനും നശിപ്പിക്കാനും മുടിപ്പിക്കാനാണെങ്കിൽ ദൈവം വന്നിരിക്കുന്നത് സമാധാനം തരാനും അല്ലെങ്കിൽ ജീവൻ തരാനും അത് സമൃദ്ധിയായിട്ട് തരാനോ. അപ്പോൾ ഈ ദൈവത്തിൻ്റെ അടുത്താണ് നമ്മൾ ശ്രദ്ധ വച്ചിരിക്കുന്നതെങ്കിൽ ഈ ലോകത്തിൻ്റെ ജഡമോഹങ്ങളിൽ നമ്മൾ വീണു പോകില്ല. പക്ഷെ പണ്ട് എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് അപ്പോസ്തലൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ചൂണ്ടിക്കാണിച്ചു തരാം. ഇങ്ങനെയായിരുന്നു ജഡമോഹങ്ങൾ. ഇവിടെ ഒന്നിനും പറയാണ്, ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തു കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായി തീർന്നു. ദൈവകോപം, ദ റാത്ത് ഓഫ് ഗോഡ്, കോപത്തിൻ്റെ മക്കൾ, റാത്ത് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ കോപത്തിന് നമ്മൾ പാത്രീഭൂതരായിരുന്നു. ദൈവകോപത്തിന് പാത്രീഭൂതരായ ജനതയായിരുന്നു മനുഷ്യർ മുഴുവൻ, നമ്മളൊക്കെ അല്ലേ? മനുഷ്യരുടെ ഭക്തിശൂന്യതയ്ക്കും അനീതിക്കുമെതിരെ ദൈവത്തിൻ്റെ ക്രോധം സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. മനുഷ്യരുടെ ഭക്തിശൂന്യതയ്ക്കും അനീതിക്കുമെതിരെ അവർ പലപ്പോഴും ഞങ്ങൾ ഭക്തിയുടെ വലിയ ഒരു പരിവേഷം കെട്ടി ഈ അഭിനയിക്കുന്ന ഒരു ജീവിതം നമുക്ക് കാണാം. റോമക്കാർക്ക് ലേഖനം 1-ാം അധ്യായത്തിൽ 18-ാമത്തെ വചനം ഒന്ന് വായിക്കാൻ. റോമൻസ് 1:18 വചനം വായിക്കോ? പരീക്ഷ കിട്ടിയോ? വായിക്കോ? അതിങ്ങനെ പറയാം, ദുഷ്ടത കൊണ്ട് സത്യത്തെ അമർത്തി വയ്ക്കുന്ന മനുഷ്യരുടെ എല്ലാ ഭക്തിശൂന്യതയ്ക്കും അനീതിക്കുമെതിരെ. ദുഷ്ടത കൊണ്ട് ഇവർ ദൈവത്തെ അറിയാതെ പോയി, അല്ലെങ്കിൽ നമ്മളൊക്കെ ദൈവത്തെ അറിയാതെ പോയി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഒരു ജസ്റ്റിഫിക്കേഷനും ഇല്ല. ഇതൊക്കെ നമ്മുടേതായിട്ടുള്ള, നമ്മൾ മറ്റു എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയും, അന്വേഷിച്ചറിയും, കണ്ടെത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ദൈവത്തെ അന്വേഷിക്കുന്ന കാര്യത്തിൽ മാത്രം നമുക്ക് വിമുഖതയായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ദുഷ്ടത കൊണ്ട് സത്യത്തെ അമർത്തി വയ്ക്കുകയും നമ്മുടേതായ ജഡമോഹങ്ങൾ, ലോകമോഹങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ സത്യം അറിയാൻ വൈകിപ്പോയത്. പോട്ടെ, ലോകത്തെല്ലായിടത്തുമുള്ള എല്ലാ ജനങ്ങളോടും ഇപ്പോൾ പശ്ചാത്തപിക്കാൻ കർത്താവ് പറയുന്നു. അങ്ങനെ നമ്മൾ വചനം കേൾക്കുകയും അനുദപിക്കുകയും പശ്ചാത്തപിക്കുകയും പാപങ്ങളെ വെറുത്തുപേക്ഷിക്കുകയും അതിനോട് നോ പറയുകയും ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ വചനം കേട്ട് കൂടുതൽ വിശുദ്ധിയെ പ്രാപിക്കുന്നതിന് വേണ്ടി, കഴുകപ്പെടുന്നതിന് വേണ്ടി നമ്മളെ തന്നെ നമ്മൾ സ്വയം കർത്താവിനും കർത്താവിൻ്റെ വചനത്തിനും ഏൽപ്പിച്ചു കൊടുക്കുന്നത്. കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുക കഴിഞ്ഞാൽ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്കാർക്ക് അവരോട് അവസാനം പറഞ്ഞ പോലെ, ഞാൻ നിങ്ങളെ ദൈവത്തിനും ദൈവത്തിൻ്റെ കൃപാവചനത്തിനും ഏൽപ്പിക്കുന്നു. അപ്പോൾ നമ്മളും ദൈവത്തിൻ്റെ കൃപാവചനത്തിൽ കൂടെ വളർന്നാലേ നമുക്ക് ഈ വിശുദ്ധിയെ തികച്ച് ഓടാൻ സാധിക്കുള്ളൂ. നമ്മുടെ മിടുക്കൊണ്ട് ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ സാധ്യമാവില്ല. നമ്മളെ ആത്മാവാണ് വീണ്ടെടുക്കപ്പെട്ടിട്ടുള്ളൂ, നമ്മുടെ ശരീരം വീണ്ടെടുത്തിട്ടില്ല. ഈ ആത്മാവ് ഇപ്പോഴും നമ്മുടെ ശരീരത്തിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് ഈ ശരീരം ദേഹം പലപ്പോഴും എന്തുണ്ടാവും, ഈ ലോകത്തിൻ്റെ ചിന്തകളിലേക്ക് നമ്മളെ വഴിതിരിക്കാൻ നോക്കും. അങ്ങനെ ഈ സാത്താന് നമ്മുടെ ഹൃദയങ്ങളിൽ ചില തോന്നലുണ്ടാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള യൂദാസിന് ഹൃദയത്തിൽ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നു? കർത്താവിന് ഒറ്റിക്കൊടുക്കാൻ തോന്നൽ യൂദാസിന് ഉണ്ടാക്കിയത് സാത്താനാണ്. അത് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എത്രത്തോളം ദൈവത്തിലാണെന്ന് പറഞ്ഞാലും നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആലോചനകൾ ഒരു തരത്തിൽ മറ്റു തരത്തിൽ വഴിതെറ്റിക്കാൻ അവന് അവസരങ്ങളുണ്ട്. അത് അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയ കർത്താവിനാകുന്ന മക്കളെ കർത്താവ് അല്ലെങ്കിൽ കർത്താവിൻ്റെ സഭയോട്, കർത്താവിൻ്റെ ശരീരത്തോട്, കർത്താവ് ശിരസ്സായിരിക്കുന്ന സഭയോട് കർത്താവ് കൂട്ടിച്ചേർത്ത് ആ കൂട്ടായ്മ തന്ന് വചനം കേൾപ്പിച്ച് പഠിപ്പിച്ചും ധ്യാനിച്ചും കർത്താവിൻ്റെ വിശുദ്ധിയിൽ നിലനിർത്തുന്നത്. അത് ദൈവം നമുക്ക് വേണ്ടി പ്രത്യേകം ഇരിക്കുന്നതാണ്. കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോയപ്പോൾ നമുക്ക് സഹായകനായിട്ട് പരിശുദ്ധാത്മാവിന് തന്നു. നമ്മളെ വഴിയാധാരാക്കി വിടുകയല്ല കർത്താവ് ചെയ്തത്. കർത്താവിനെ അറിയാം നമ്മൾ ജഡത്തിലാണ്, നമുക്ക് ബലഹീനതകളുണ്ട്, നമുക്ക് കുറവുകളുണ്ട്. ആ ബലഹീനതകളും കുറവുകളും വരുമ്പോൾ നമ്മളെ തകർത്ത് കളയാൻ ആരെങ്കിലും വന്നാൽ അവിടെ വീണു പോകാതിരിക്കാനാണ് തക്ക സമയത്ത് കൃപാസനത്തിൽ ചെന്ന് കൃപ വാങ്ങി
നമ്മൾ ഈ പാപത്തിൽ വിടാതെ, തെറ്റിൽ വിടാതെ മുന്നേറുവാൻ നമുക്ക് സഹായകനായിട്ട് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമുക്ക് ഏറ്റവും നല്ല നമ്മുടെ ടീച്ചറാണ്. അവൻ വരുമ്പോൾ നമ്മളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന കർത്താവാണ് പറഞ്ഞത്, മറ്റാരുമല്ല. അവൻ വന്ന പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ബോധം വരുത്തും. അപ്പോൾ ഒരു ന്യായവിധിയൊക്കെ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ റാത്ത് ഓഫ് ഗോഡ്, ദൈവകോപത്തിന് പാത്രീഭൂതരായിരുന്നു. അപ്പോൾ ഈ ദൈവകോപത്തിൽ നിന്നും, ദൈവകോപത്തിൻ്റെ തീച്ചൂളയിൽ നിന്ന് ഓടി മറയാൻ, ഓടി രക്ഷപ്പെടാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിച്ചു. ഇന്ന് കാണുന്ന മക്കൾക്ക് പലപ്പോഴും, ഇന്ന് കാണുന്ന ആൾക്കാർക്ക് അത് തിരിച്ചറിയില്ല. അവരിതൊക്കെ ഒരു തമാശയായിട്ടും അല്ലെങ്കിൽ മറ്റു മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ഒരു മാർഗമായിട്ടൊക്കെ കാണുന്നവരും കളിയാക്കുന്നവരും ദൈവത്തിൻ്റെ പ്രവൃത്തിയെ അപഹസിക്കുന്നവരും ഒക്കെ ഉണ്ട്. അത് പണ്ട് മുതലേ ഉണ്ട്. കാരണം ഇതൊരു ശത്രുരാജ്യമാണ്. അവിടെ ശരിയുണ്ടെങ്കിൽ തെറ്റ് ഓൾറെഡി ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ തെറ്റിലായിരുന്നു. ആ തെറ്റിൽ നിന്ന് നമ്മളെ ദൈവം വീണ്ടെടുത്തു. അത് നമ്മൾ തിരിച്ചറിയാം. അതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. നമ്മൾ തിരിച്ചറിഞ്ഞ് കർത്താവിന് പ്രിയപ്പെട്ട ജീവിതത്തിലേക്ക് നമ്മളെ തന്നെ കാലുകൾ വെച്ച് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ ഈ ആലോചനകൾ എന്ത് പ്രശ്നം വന്നാലും ദൈവസ്നേഹത്തിൽ ചേർന്നിരിക്കുമ്പോൾ കർത്താവ് നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. കർത്താവ് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കും. അതാണ് നമ്മുടെ വീണ്ടും വായിക്കുന്നത്. എഫേസ്യർക്കാരുടെ ലേഖനം 2-ാം അധ്യായത്തിൽ 3-ാമത്തെ അവന് വായിക്കുന്നത്, നാം എല്ലാവരും മുൻപേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തു. മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായി തീർന്നു. ഇനി അടുത്ത വാക്കി, 4-ാമത്തെ അവന് വാക്കി. മതി. അപ്പോൾ അവർ കൂട്ടിച്ചേർത്തലിങ്ങനെയാണ്. എന്നാൽ കരുണാസമ്പന്നനായ ദൈവമോ, അവിടെ നമ്മൾ തിരിച്ചറിയേണ്ട, ന്യായപ്രമാണം വഴിക്കല്ല, പ്രവൃത്തികളുടെ ഫലമല്ല, കരുണ, ദൈവത്തിൻ്റെ കൃപ, ദ ഗ്രേസ് ഓഫ് ഗോഡ്. സർവകൃപാലുവായ ദൈവം, കരുണാമയനായ ദൈവം എന്തു ചെയ്തു? കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച് മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായ നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ എത്ര നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരുന്നു. ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തെ തൻ കൃപയുടെ അത്യന്ത ദിനത്തെ വരും കാലങ്ങളിൽ കാണിക്കുന്നു. ക്രിസ്തു യേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അവിടെ പ്രത്യേകത 7-ാമത്തെ വചനം, ക്രിസ്തു യേശുവിൽ നമ്മെ ഉയർപ്പിച്ച് അവനോടുകൂടെ നമ്മളെ സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇന്ന് മഹാകരുണയുള്ള, മഹാസ്നേഹസമ്പന്നനായ, അതിരറ്റ സ്നേഹത്താലും കരുണയാലും ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മളിലേക്ക് ഒഴിയപ്പോൾ നമ്മളെ പാപത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ച് എവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കുക? സ്വർഗത്തിലിരുത്തിയിരിക്കുക. ഇത് വിശ്വസിക്കാൻ മാത്രം നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇന്ന് നമ്മുടെ ആത്മാവിനെ ഉയർപ്പിച്ച കർത്താവ്, നമ്മൾ കർത്താവിനോട് ചേർന്നിരിക്കുക. തൻ്റെ പുത്രനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച് എഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്ന പോലെ തന്നെ പിതാവായ ദൈവം വീണ്ടും ജനിക്കുന്ന ഒരു വ്യക്തിയെ, ഒരു ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് വരുന്ന, അങ്ങനെ കർത്താവിൻ്റെ വചനവുമായി മുന്നേറാൻ താല്പര്യം കാണിക്കുന്ന, അതിനനുസരിച്ച് ജീവിക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിനോടൊത്ത് നമ്മളെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ വായിച്ചത്. അതിൽ അപ്പോൾ സ്വർഗത്തിലാണ് പിതാവായ ദൈവം നമ്മളെ നോക്കുന്നത്, സ്വർഗത്തിലിരിക്കുന്ന മക്കളായിട്ടാണ്. ദാറ്റ് മീൻസ് ബോൺ അഗെയിൻ എക്സ്പീരിയൻസ്. പക്ഷെ നമ്മൾ സ്വർഗത്തിലല്ല താനും, നമ്മൾ ജഡപ്രകാരം ഭൂമിയിലാണ്, പക്ഷെ ആത്മാവ് സ്വർഗത്തിലാണ്. ആ രീതിയിലുള്ള വിശുദ്ധിയിൽ വേണം നമ്മൾ കാര്യങ്ങളെ കാണാൻ. കർത്താവ് അതിനാണ് നമ്മളെ വഴി നടത്തുന്നത്. കർത്താവ് അവിടേക്കാണ് നമ്മളെ കൊണ്ടുവരുന്നത്. അതാണ് പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി എന്ന് പറയുന്നത്. അപ്പോൾ ഒരുവൻ ക്രിസ്തുവിലായിട്ട് അവൻ പുതിയ സൃഷ്ടിയാകുമ്പോൾ സ്വർഗത്തിലാണെങ്കിൽ പിന്നെ നമ്മുടെ ആലോചനകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വ്യാപാരങ്ങൾ, നമ്മുടെ പ്രവൃത്തികൾ സ്വർഗത്തിന് ഇണങ്ങിയ പോലെ ആകണം. ശത്രുക്കളെ സ്നേഹിക്കാനും, അല്ലേ, 1 മൈൽ നമ്മളോട് നടക്കാൻ ആവശ്യപ്പെടുമ്പോൾ 2 മൈൽ നടക്കാനും, ഒരു ചികിടത്തടിച്ചാൽ മറ്റേ ചുവടുകൾ കാണിച്ചു കൊടുക്കാനും ഒക്കെ ഉള്ള, അങ്ങനെ പരസ്പരം സ്നേഹിച്ചും ക്ഷമിച്ചും ആരോപണങ്ങളിൽ നിന്ന് വിട്ടുമാറിയും ഒക്കെയുള്ള
ഒരു പുതുക്കപ്പെട്ട ജീവിതം നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്നാണ് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, സാത്താന് നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പണ്ട് കാലത്ത് നമ്മൾ അവൻ്റെ അധീനതയിലും പിടുത്തത്തിലായിരുന്നു. അവന് നമ്മൾ മാറിപ്പോയി. അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഇവൻ പോയിട്ട് ഇവൻ എങ്ങനെയാണ്, ഇവ അവിടുന്ന് വിട്ടു പോന്നിട്ട് എന്താ ചെയ്യുന്നത്. ഇത് മറ്റെല്ലാവരേക്കാൾ കൂടുതൽ ആരുടെ അധികാരത്തിലായിരുന്നോ അവൻ നമ്മളെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതെങ്കിലും വഴിക്ക് തെറ്റിക്കാൻ പറ്റുമോ? വാക്കിനാലോ പ്രവൃത്തിയാലോ സംസാരത്താലോ ഏതെങ്കിലും തരത്തിൽ ആലോചനയിലോ നമ്മളെ തെറ്റിക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയാ, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റണം, ഇല്ല, ഞാൻ ദുഷ്ടാത്മാവിൻ്റെ പ്രവർത്തനത്താലല്ല പരിശുദ്ധാത്മാവിനാലാണ് നയിക്കപ്പെടുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ നിറവിലുമാണ് ഞാൻ വഴി നടക്കുന്നത്. ഇനി ഞാൻ നിൻ്റേതല്ല, ഇനി ഞാൻ എന്നെ സൃഷ്ടിച്ച, എന്നെ രക്ഷിച്ച, എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് എൻ്റെ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും രോഗത്തിൻ്റെയും അധീനയിൽ നിന്ന് വിട്ടുവെച്ച ജീവനുള്ള യേശു കർത്താവിൻ്റെ പ്രിയ പുത്രനാണ്. അതുകൊണ്ട് നിനക്കിനി എൻ്റെ മേൽ ഒരു അധികാരമില്ല. എൻ്റെ കർത്താവ് എന്നെ വില കൊടുത്ത് വാങ്ങിയിരിക്കുന്നു, വെറുതെ അല്ല, ജീവൻ കൊടുത്ത് വാങ്ങിയിരിക്കുന്നു. ഞാനിനി മനുഷ്യരുടെയോ അല്ലെങ്കിൽ ലോകത്തിൻ്റെയോ അടിമയല്ല, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ദാസനും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനും അബ്രാഹത്തിൻ്റെ മകനും അഥവാ ദാസനും അഥവാ എന്താണ് കൂട്ട അവകാശിയൊക്കെ ആയിട്ട് ഞാൻ ഇരിക്കുന്ന സ്വർഗത്തിന് ഞാൻ അവകാശിയാണ്. ഞാൻ ഇന്ന് നിസ്സാരക്കാരനല്ല എന്ന് നാം തിരിച്ചറിയുന്ന ആ ഒരു ഉള്ളറിവാണ് നമുക്ക് ആദ്യം വേണ്ടത്. നാം നിസ്സാരക്കാരനല്ല, ദൈവം പേർ ചൊല്ലി വിളിച്ച ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനാണ്, മകളാണ്. ഈ ബോധ്യത്തിൽ വേണം നമ്മൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ. പ്രതികൂലങ്ങൾ അനവധിയാണ്. നമ്മുടെ ഇടത്തും വലത്തും ആയിരങ്ങളും പതിനായിരങ്ങളും വീണു പോകാം. എന്നാൽ നീതിമാനായ ദൈവത്തിൻ്റെ നീതിയുള്ള മക്കൾ, ദൈവം നീതീകരിച്ച നമ്മൾ ആ വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ ഒരിക്കലും വീണു പോകാതെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ കർത്താവ് നമ്മുടെ അടിമത്തത്തിൻ്റെ മുഖങ്ങളെ ഒടിച്ചു കളഞ്ഞു. ഇനി ന്യായപ്രമാണത്തിന് കീഴിലോ അല്ലെ പാരമ്പര്യത്തിന് കീഴിലോ ആചാരങ്ങളുടെ കീഴിലോ കീഴ്വഴക്കങ്ങളുടെ കീഴിലോ വഴിപാടുകളുടെയോ നേർച്ച കാഴ്ചാദികളുടെയോ കീഴിലല്ല, നമ്മൾ യേശു കർത്താവിൻ്റെ സ്നേഹത്തിലും കൃപയിലും കരുണയിലും മാത്രമാണ്. കൃപ 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 കൃപയിൽ ഒന്ന് മാത്രമാണ് നമ്മളെ വഴി നടത്തുന്നത്. നമ്മുടെ പ്രവൃത്തിയല്ല, കർത്താവ് നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തു. പാപത്തിൻ്റെ ശമ്പളം മരണമാണെങ്കിൽ ഞാൻ പാപിയാണെന്ന് സമ്മതിക്കുന്നു. പക്ഷേ ഞാൻ പാപിയായിരിക്കുന്ന എൻ്റെ പ്രതിഫലം മരണമാണെങ്കിൽ ആ മരണം എനിക്ക് വേണ്ടി കർത്താവ് ഏറ്റെടുത്തു. എന്നെ സർവതന്ത്ര സ്വതന്ത്രനാക്കി, കുരിശാൽ വിജയം വരിച്ച് എന്നെ സർവ്വസ്വതന്ത്രനാക്കിയിരിക്കുന്നുള്ള ആ ഒരു ഉത്ബോധ്യം. അപ്പോൾ നമ്മുടെ ആത്മാവ് സ്വർഗത്തിൽ കർത്താവിനോട് കൂടിയാണ്, ശരീരം എവിടെയാണ്. അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ കർത്താവ് നമ്മളെ പരസ്പരം കണ്ടുമുട്ടുന്നവരെ, അല്ലെങ്കിൽ നമ്മൾ കർത്താവിനെ കാണുന്നവരെ, അല്ലെങ്കിൽ കർത്താവ് ഇവിടെ വന്ന് നമ്മളെ കാണുന്നവരെ എങ്ങനെ ഈ ഭൂമുഖത്ത് ജീവിക്കണം എന്നുള്ളതാണ് ഈ ലേഖനങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് അപ്പോസ്തലനിൽ കൂടെ എഴുതി തരുന്നത്. എങ്ങനെയായിരിക്കണം, ഏത് രീതിയിലായിരിക്കണം എന്ന് എപ്പോഴും നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം. കർത്താവിൻ്റെ സ്നേഹം അതൊരിക്കലും അത് ഇൻഫിനിറ്റാണ്, നമുക്ക് അളക്കാൻ പറ്റില്ല. നമുക്കൊരിക്കലും ഒരു ബാരോമീറ്റർ വെച്ചോ ഏതെങ്കിലും ഒരു മെഷർമെൻറ്റ് വെച്ച് നമുക്കത് അളക്കാൻ പറ്റണതല്ല. അതിങ്ങനെ നമ്മളിലേക്ക് അനർഗളമായിട്ട് കർത്താവിൻ്റെ കൃപ, കരുണ, വാത്സല്യം, സ്നേഹ, ദയ, ഇതൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് സ്വീകരിക്കുന്നവർ മാത്രമാകാതെ അതോടനുബന്ധിച്ച് നമ്മുടെ ജീവിതത്തിലും ബോധപൂർവമായ മാറ്റം വരുത്തി ഓരോ ദിവസവും ഓരോ പടി കർത്താവിനോട് ചേർന്നിരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അല്പം മുന്നേറിയെങ്കിൽ അല്പം, നമ്മൾ ഒറ്റയടിക്കൊന്നും മാറി മറിയാൻ പറ്റില്ല. പക്ഷെ അതിനുള്ള ഒരു ആഗ്രഹം, ഒരു തൃഷ്ണ, ഒരു ഒരു താല്പര്യം നമ്മുടെ ഹൃദയത്തിലുണ്ടോ എന്നാണ് ദൈവം നോക്കുന്നത്. അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അതനുസരിച്ച് ദൈവം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. അതുകൊണ്ടാണ് പറയണത്, നിങ്ങളിലെ പഴയ മനുഷ്യനെ മാറ്റി ഒരു പുതിയ മനുഷ്യനെ നിങ്ങൾ സ്വീകരിക്കുക. ഇതിൽ തന്നെ 4:22 വചനം വായിക്കാം. എഫേസ്യസ് ലേഖനം 4 അധ്യായത്തിൽ 22 വചനം വായിക്കാൻ. നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിക്കുക. പുതുമനുഷ്യനെ ധരിക്കാൻ, ന്യൂ ക്രിയേഷൻ. നമ്മൾ പണ്ട് കാലത്ത് പാപത്താലും അകൃത്യത്താലും മരിച്ചവരായിരുന്നു. ആകാശത്തിലെ
അല്ലെങ്കിൽ ലോകത്തിലെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജഡമോഹങ്ങൾക്കനുസരിച്ച് നമ്മൾ വഴി നടന്നവരാ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് പറയുന്നതാണ്, മുൻപിലത്തെ നടപ്പനുസരിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുക. ചതിമോഹങ്ങളാൽ, ലോകം ചതിയാണ്, വഞ്ചനയാണ്, കള്ളത്തരാണ്. അതുകൊണ്ട് ചതിമോഹങ്ങളാൽ, കാപട്യം, ചതി, വഞ്ചന, ഇതിൽ നമ്മളൊരിക്കലും എന്താവരുത്, പെട്ടുപോകരുത് എന്നാണ് നമ്മളോട് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. അത് ഉപേക്ഷിക്കണം. അത് തന്നെ ഉപേക്ഷിക്കല്ല, നമ്മൾ ബോധപൂർവം തീരുമാനിക്കണം അത് ഉപേക്ഷിച്ച് കളയാൻ. അല്ലെങ്കിൽ ഒരിക്കലും അത് ഉപേക്ഷിച്ച് കളയാൻ നമുക്ക് പറ്റില്ല. നമ്മളത് അറിയാതെ തന്നെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കും. കാരണം ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ആഗ്രഹിക്കാത്ത പോലെ മറ്റവൻ്റെയും സാമ്രാജ്യം നിന്ന് ഒരുത്തം പോലും നഷ്ടപ്പെടരുതെന്ന് അവനും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ലോകത്തിൻ്റെ ഇച്ഛയ്ക്കും ആഗ്രഹത്തിനും വശമതനാകാൻ എളുപ്പമാണ്. രഹസ്യമായിട്ടും അതീവ രഹസ്യമായിട്ടൊക്കെ ദൈവം ക്ഷമിച്ചുകൊള്ളുമെന്ന് വിചാരിച്ചൊക്കെ നമ്മൾ പറഞ്ഞും പ്രവർത്തിച്ചും കാണുന്ന കാര്യങ്ങൾ ഓട്ടോമാറ്റിക് അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നമ്മൾ സാത്താന് അവസരം കൊടുക്കുന്നു. സാത്താന് അവസരം കൊടുത്താൽ അവൻ നമ്മളെ കയറി ഭരിക്കും. ഒരിക്കൽ നമ്മൾ പ്രഖ്യാപിച്ചതാ, ഇനി സാത്താൻ എൻ്റെ മേലെ അധികാരമില്ല. നമുക്ക് വചനം കേട്ടു, മനസ്സാന്തരപ്പെട്ടു, നമ്മൾ വിശ്വസിച്ചു, കർത്താവിനെ ഏറ്റുപറഞ്ഞു. ഇനി അതും ഒന്നും പോരാതെ കർത്താവിൻ്റെ കൽപ്പനയായിട്ട് സാത്താനും കൂടി അറിയാൻ വേണ്ടി, ഈ ലോകത്തിനറിയാൻ വേണ്ടി പരസ്യമായി നമ്മൾ ജലസ്നാനം സ്വീകരിച്ചു. ആദ്യമേ നമ്മൾ വചനം കേട്ടു. നമ്മൾ വചനം കേട്ടപ്പോൾ നമ്മുടെ പോക്ക് തെറ്റാന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ മാനസാന്തരപ്പെട്ടു. ദൈവം നമ്മളെ സ്നേഹത്തിൽ വളരാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ കുരിശുമരണത്താൽ നമുക്ക് പാപമോചനം വന്നു എന്നുള്ള ആ ഒരു വിശ്വാസം നമുക്ക് വന്നു. കർത്താവ് നമ്മളുമായിട്ട് ആത്മാവിൽ ഒന്നായി തീർന്നു. അങ്ങനെ കർത്താവ് നമ്മൾ മാത്രമുള്ളൊരു ഒന്നായി തീരലല്ല. കർത്താവിന് ആവശ്യം ഈ ലോകത്തിൻ്റെ ഭരണാധികാരി എൻ്റെ മേൽ ഒരു അധികാരം നടത്തുന്നില്ല എന്ന് യോഹന്നാൻ ചെയ്ത് കർത്താവ് എന്ന പോലെ നമ്മുടെ മേലും ഇനി ഒരു അധികാരം എന്ന് പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് നമ്മൾ കർത്താവ് പറഞ്ഞ കൽപ്പനയായിട്ടുള്ള സ്നാപനം, ജലസ്നാനം, ഇറങ്ങി വെള്ളത്തിലിറങ്ങി സ്നാപനം സ്വീകരിച്ചത്. അതിൻ്റെ പ്രത്യേകത നമ്മൾ പ്രഖ്യാപിക്കായിരുന്നു, ഇനി സാത്താന് എൻ്റെ മേലൊരു അധികാരമില്ല, ഞാൻ ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോന്നു. നമ്മൾ ഈ ലോകത്തോട് അറിയിച്ചു, സാത്താനെ അറിയിച്ചു, സ്വർഗം സാക്ഷിയായി, വെള്ളം സാക്ഷിയായി, സഭ സാക്ഷിയായി, എല്ലാവരും സാക്ഷിയായി. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളായി, ജീവൻ്റെ പുസ്തകത്തിൽ നമ്മുടെ പേർ ചേർക്കപ്പെട്ടു. അങ്ങനെയുള്ളവനെ തട്ടിച്ച് കളയുക, മാറ്റിക്കളയുക എന്നുള്ളത് അവൻ്റെ വലിയ പദ്ധതിയാണ്. അത് വീഴാതിരിക്കണമെങ്കിൽ പറയുന്നതാണ്, മുൻപത്തെ നടപ്പനുസരിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്. ഇതിപ്പോൾ പറയുന്നത് ആരോടാ? ഇത് എഫേസ്യസിലെ സഭയിലെ ജനങ്ങളോടാ പറയുന്നത്. എന്ന് പറയുമ്പോൾ അവരാരാ? രക്ഷിക്കപ്പെടാനുള്ളവരാണോ രക്ഷിക്കപ്പെട്ടവരാണോ? ആരാ പറയാ? രക്ഷിക്കപ്പെടാനുള്ളത്. പരീസേ, അപ്പം എന്താ മാറ്റി പറഞ്ഞേ? വരീസ് കേൾക്കണ്ടോ? ഇതാരോടാ പറയുന്ന പൗലോസ്? വിശ്വാസികളോട്, രക്ഷിക്കപ്പെട്ടവരോടായി പറയുന്നത്. അല്ലാണ്ട് രക്ഷിക്കപ്പെടാനുള്ളവരോടല്ല. അല്ലെങ്കിൽ കർത്താവിൻ്റെ കൽപ്പന മുഴുവൻ സ്വീകരിച്ച് കർത്താവെന്ന് പറഞ്ഞ് നടക്കുന്ന നമ്മളെപ്പോലുള്ളവരോട് തന്നെ പൗലോസ് അപ്പോസ്തലൻ ഇത് പറയുന്നത്. കർത്താവിൻ്റെ ആത്മാവ് നമ്മൾ പറയണത്, പഴയ കാലത്തെ പോലെ ചതിമോഹങ്ങളിൽ ഇനി പെടരുത്, ജഡമോഹങ്ങളിൽ ഇനി ഉൾപ്പെട്ടു പോകരുത്. വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച്. നേരത്തെ നമ്മൾ വായിച്ചല്ലോ, ഒരുവൻ ക്രിസ്തുവിനോട് ചേരുമ്പോൾ കർത്താവുമായി ചേരുന്നവൻ കർത്താവിൻ്റെ ആത്മാവുമായിട്ട് ഒന്നായി ചേരുന്നു. എന്നിട്ട് പറഞ്ഞു, വേശ്യയുമായിട്ട് ചേരുന്നവൻ അവർ ശരീരവുമായിട്ട് ഒന്നായി ചേരുന്നു, കർത്താവുമായി ചേരുന്നവൻ കർത്താവിൻ്റെ ആത്മാവുമായിട്ട് ഒന്ന് ചേരുന്നു. എന്ന പോലെ നമ്മുടെ ഉള്ളിൽ കർത്താവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിക്കണം, പുതുക്കപ്പെടണം. ഒരു പുതുക്കം. പഴയത് കടന്നുപോയി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയത് കടന്നുപോയി. പരിച്ഛേദനം നടത്തിയില്ലോ എന്നുള്ളതല്ല. എന്താണ്? അവൻ
ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാവുക എന്നുള്ളതാണ് പരമപ്രധാനം. അതിനെ പറയുന്നത് നിങ്ങളെന്താണ് ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപരായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുക. എങ്ങനെയാ? സത്യത്തിൻ്റെ ഫലമായ നീതിയിലും, സത്യത്തിൻ്റെ ഫലമാണ് നീതിയും വിശുദ്ധിയും, അതിൽ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുക. അപ്പോൾ നമ്മളൊരു പുതിയ മനുഷ്യനായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്. അത് നമ്മൾ ധരിക്കണം. നമ്മൾ ഷർട്ടൊക്കെ ധരിക്കാമെന്ന് പറഞ്ഞ പോലെ ഇത് ധരിക്കല. ഇന്ന ഷർട്ടാന്ന് നമ്മൾ പോകുമ്പോൾ ഒരു ഷർട്ട് എടുത്തിടണം. അത് നമ്മൾ ബോധം പോലെ ഒരു ഷർട്ട് എടുത്തിടണതാ. കഴുകാട്ട ഷർട്ട് എടുത്ത് നമ്മൾ മേത്തിടില്ലല്ലോ കഴുകാൻ. അതായത് അഴുക്കായി കഴുകാനായിട്ട് പിന്നെ ബാത്ത് ടബിൽ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ഷർട്ട് എടുത്ത് നമ്മളിടില്ല. കഴുകി വെടുപ്പാക്കി ഏതാണെന്നുള്ള തേച്ച് മിനിക്കുന്നത് നമ്മൾ ഇടുക. അതാണ് ധരിക്കാന്ന് പറഞ്ഞത്. അപ്പം ധരിക്കാൻ നമ്മൾ ബോധപൂർവ്വം തന്നെ ധരിക്കണം. അല്ലാണ്ട് എന്തെങ്കിലും എടുത്ത് ധരിക്കാനല്ല. കഴുകിയതും അഴുക്കില്ലാത്തതുമായിട്ടുള്ള വൃത്തിയുള്ള വസ്ത്രം നമ്മൾ ധരിക്കുന്ന പോലെ തന്നെ ഈ പഴയതിനെ വിട്ട് കളഞ്ഞ് പുതിയ വസ്ത്രം പുട്ട് ഓൺ. അതാ പറയുന്നത്. എന്താണ്? സത്യത്തിൻ്റെ ഫലമായ നീതിയിലും, സത്യത്തിൻ്റെ ഫലമായിട്ടുള്ള നീതി വചനം നമ്മൾ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട് പുതുമനുഷ്യൻ ധരിച്ചുകൊള്ളുക. അപ്പോൾ നമ്മൾ ധരിക്കുന്നത് പുതിയ മനുഷ്യനാണ്. നമ്മളൊരു പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി. അങ്ങനെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ പുതിയ മനുഷ്യന്? ഇപ്പം നമ്മൾ സക്കവേസിൻ്റെ വീട്ടിലേക്ക് സക്കവേസ് കർത്താവ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ സക്കവേസിന് ഈ ചുങ്കം പിരിക്കലും ടാക്സി പിരിക്കലും അല്ലെങ്കിൽ അങ്ങനത്തെ പലിശയ്ക്ക് കൊടുക്കലൊക്കെയാണ്. നല്ല പൈസ ഉണ്ടാക്കല പണി. അങ്ങനെ പക്ഷേ കർത്താവിനെ കുറിച്ച് സക്കവേസ് ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. കർത്താവിനെ കുറിച്ച് ഇഷ്ടംപോലെ കേട്ടതനുസരിച്ച് കർത്താവിനെ കാണുന്ന സക്കവേസിന് വലിയ ആഗ്രഹമായി. ഓടി, അവനിത്തിരി ഉയരം കുറവാണ്. അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സക്കവേസ് കാട്ടത്തി മരത്തിൻ്റെ മുകളിൽ കയറി നോക്കുമ്പോൾ കർത്താവ് നടന്ന് കൃത്യം അവിടെ എത്തിയപ്പോൾ കർത്താവ് മുകളിൽ നോക്കിയിട്ട് പറഞ്ഞു, സക്കവേസേ, ഇന്ന് നിൻ്റെ വീട്ടിലേക്ക് ഞാൻ വരിക, നിൻ്റെ കൂടെ വരിക ഞാൻ. സക്കവേസിന് ഭയങ്കര സന്തോഷമായി. സന്തോഷത്തോടെ കർത്താവിനെ അവന് സ്വാഗതം ചെയ്തു. നമുക്കത് വായിക്കാം. ഇങ്ങനെ കർത്താവിൻ്റെ ആത്മാവാണ് ചെന്ന് കഴിയുമ്പോൾ എന്ത് പ്രവൃത്തിയാണ് അവിടെ നടക്കാന്ന്. നമുക്ക് ലൂക്കോസിന് സുവിശേഷം 19 അധ്യായത്തിൽ 1 മുതൽ 10 വരെ ഉടനെ ആരെ വായിക്കാം. അപ്പോൾ പുതിയ സൃഷ്ടിയാവാന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതുവരെ ചെയ്ത വായിക്കുമ്പോൾ ഏരിയ കിട്ടിങ്ങ ലൂക്കോസിന് ശേഷം 1 കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ളൊരു പുരുഷൻ യേശു